നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അനന്തൻ എന്ന സ്നേക്കിന്റെ ഒരു ടാബ്ലോ മേക്കിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി പരിപാടിക്ക് വേണ്ടിയിട്ട് മേക്ക് ചെയ്ത ഒരു ടാബ്ലോ ആണ്. നമ്മുടെ മനസ്സിൽ ആദ്യം ഈ ഒരു ഐഡിയ വന്നപ്പോൾ നമ്മൾ കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ. പക്ഷെ നമുക്കൊരു കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കാര്യങ്ങളൊന്നും ലഭിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളൊരു വീഡിയോ ഉണ്ടാക്കി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ AI വെച്ചിട്ട് 2 ഇമേജ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇമേജ് എന്ന് പറയുന്നത് ആ ഒരു സ്നേക്കിന്റെ ഒരു ഹെഡ് ലോഗോ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു 5 ഹെഡഡ് ആയിട്ടുള്ള അനന്തന്റെ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ടാബ്ലോ ഡെവലപ്പ് ചെയ്തെടുത്തത്. ആദ്യം തന്നെ നമ്മളൊരു ഓയിൽ പേപ്പറിൽ ആ ഒരു സ്നേക്കിന്റെ ഹെഡ് നമ്മൾ വരച്ചെടുത്ത ശേഷം കറക്റ്റായിട്ട് വരച്ചെടുക്കണം. വരച്ചെടുത്തില്ലെങ്കിൽ അതിന്റെ ഒരു ഓവറോൾ ലുക്ക് തന്നെ മാറും. വരച്ചെടുത്ത ശേഷം നമ്മൾ ഇതിനെ ഒരു സ്പോഞ്ചിന്റെ മണ്ടയ്ക്ക് വെച്ച് വരച്ച് കട്ട് ചെയ്തെടുത്തു. കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹെഡ് പോർഷൻ എന്തെങ്കിലും പ്രശ്നം പറ്റി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ഓവറോൾ ലുക്ക് തന്നെ മാറും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഫ്രെയിം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ കമ്പിയിൽ നമ്മൾ വെൽഡ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പൊ നമ്മൾ ആ വെൽഡ് ചെയ്തെടുത്ത ആ ഒരു ബേസ് ഫ്രെയിമിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു സ്പോഞ്ചിനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇതിന്റെ ഒരു ഔട്ടർ കവറിങ് ഉണ്ടല്ലോ, അതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്ലെക്സിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഫ്ലെക്സിൽ നമുക്ക് വേണ്ട ആ ഒരു ഫോട്ടോനെ പ്രിന്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് ആ ഒരു സ്പോഞ്ചിന്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചെടുത്താണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹെഡിന്റെ അവിടെയൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കട്ടിങ്സ് നമ്മൾ എക്സ്ട്രാ ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുക ചെയ്യുന്നത്. കറക്റ്റ് ആ ഒരു ഹെഡിനെ അതുപോലെ ഒട്ടിക്കാതെ ചെറുതായിട്ട് ഇടയ്ക്കൂടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ കറക്റ്റ് ഡീറ്റെയിലിംഗ് ആയിട്ട് ഒട്ടിച്ചു കൊണ്ടുവന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു 5 സ്നേക്കിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഹെഡിനെ. പിന്നെ നമുക്ക് അതിന്റെ ഒരു ടങ് പോർഷൻ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ബാക്കി വന്ന ഇതിന്റെ ഒരു ഫ്ലെക്സ് ഉണ്ടല്ലോ, ആ ഫ്ലെക്സിൽ നമ്മൾ ടങ്ങിന്റെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട്, അപ്പൊ അത് ഫ്ലെക്സ് പേപ്പർ ആയതുകൊണ്ട് അതിന് അധികം കട്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാറ്റൊക്കെ അടിച്ചാലും ജസ്റ്റ് അതിങ്ങനെ കട്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ മയിൽപീലിയുടെ തണ്ടുണ്ടല്ലോ, ആ തണ്ട് കട്ട് ചെയ്തിട്ട് ആ കറക്റ്റ് ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് അതിൽ ഒട്ടിച്ചു കൊടുത്ത് പെയിന്റ് അടിച്ചിട്ടാണ് അതിന്റെ ടങ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ അതിന്റെ ടങ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ആദ്യം കണ്ട ഫിഗറിൽ ആ അനന്തനും താഴെ കടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി കടൽ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട്. ആ കോട്ടൺസിനെ എല്ലാം നമ്മൾ ആ ഫ്രെയിമിന്റെ താഴെ നമ്മൾ കുറച്ച് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്കിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പ്രേ പെയിന്റ് ഉണ്ടല്ലോ, ബ്ലൂ കളർ സ്പ്രേ പെയിന്റ് വാങ്ങി അത് നമ്മൾ സ്പ്രേ ചെയ്ത് കളർ ചെയ്താണ് അത് റെഡിയാക്കി എടുക്കുന്നത്. ആ അനന്തനെ നമ്മൾ വണ്ടിക്കകത്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് കടലൊക്കെ സെറ്റ് ചെയ്ത്, ഇപ്പൊ കണ്ടോ ലാസ്റ്റ് ഫോട്ടോയില് കൃഷ്ണനെ ഇങ്ങനെ തലയിൽ ആക്കി വെക്കണത് പോലെ ഒരു കറക്റ്റ് ഒരു ടാബ്ലോ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഔട്ട്പുട്ട് എന്ന രീതിയിൽ ചെയ്തത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.